കഴിയുന്നവരെ കാത്തിരുന്നു. രാഹുൽ ഗാന്ധി റായ്ബറയിൽ മത്സരിക്കുന്ന വാർത്ത ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നോമിനേഷൻ കൊടുക്കുന്നതാണ് വലിയ ആഘോഷത്തോടുകൂടി രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുന്നതാണ് വാർത്തകൾ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വയനാട്ടിലെ ജനങ്ങളോട്, വയനാട് മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി 2 സ്ഥലത്തും ഒരുപോലെ നോമിനേഷൻ കൊടുക്കുന്ന ആദ്യം പ്രഖ്യാപിച്ചു, കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഈ തവണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് സംബന്ധിച്ച് ഒന്നും ഉണ്ടാതിരുന്നു. വയനാടിന്റെ വീടാണ്, ഇങ്ങനെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. വയനാടിന്റെ വീടാണ്, എനിക്ക് എന്റെ വീട്ടുകാരെ പോലെയാണ് വയനാട്ടിൽ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നോമിനേഷൻ കൊടുക്കാറ്. ഇങ്ങനെ വീട്ടുകാരെ പോലെയാണെന്ന് പറഞ്ഞ് വയനാട്ടിൽ വന്ന് നോമിനേഷൻ കൊടുത്ത് അതിനുശേഷം ഒരു തവണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വന്നത്, മണ്ഡലത്തിലാകെ വന്നത്. എന്നിട്ട് വീണ്ടും റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് മറുപടി പറയുന്നത്. ഇന്നിപ്പോ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വേണുഗോപാൽ എന്ന് പറഞ്ഞത് റായ്ബറേലിയുമായിട്ട് വൈകാരികമായിട്ടാണ്. ആ ബന്ധം ആദ്യം ഉള്ളത് അറിയെങ്കിൽ ഞങ്ങളെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നതോടെ ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പക്ഷെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ നിലപാട്. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് റായ്ബറേലിയിലോ അമേഠിയിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ വടക്കേന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്താണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്. അതാണ് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ടിയിരുന്ന ഏറ്റവും മര്യാദാപൂർവ്വമുള്ള നിലപാടാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനതയെ ശരിക്കു പറഞ്ഞാൽ വഞ്ചിച്ചുകൊണ്ടാണ് ഈ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം പിന്നീട് മിണ്ടാതിരുന്ന് ഇന്ന് റായ്ബറേലിയിൽ നോമിനേഷൻ നൽകും എന്ന് പറയുന്നത് ശരിയായ വഞ്ചനാപൂർവമായ നിലപാടാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസും UDF-ഉം വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് മാപ്പ് പറയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ മാപ്പ് പറയണം. അതല്ലെങ്കിൽ പിന്നെ ശരിക്കു പറഞ്ഞാൽ 5 വർഷം MP ആയിരുന്നിട്ട് വയനാട്ടിൽ ഒന്നും ചെയ്തില്ല. അങ്ങനെ വയനാട്ടിൽ ഒന്നും ചെയ്യാതെ വീണ്ടും മത്സരിച്ചു. അങ്ങനെ മത്സരിച്ചിട്ട് ജയിക്കോ തോക്കോ എന്നുള്ളത് വോട്ടെണ്ണിയാലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ. ഞങ്ങള് ജയിക്കാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ പ്രവർത്തിച്ചത്. തീർച്ചയായിട്ടും വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമേ ജയിക്കൂ തോക്കൂ. പക്ഷേ രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാടും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടും UDF സ്വീകരിച്ച നിലപാടും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്തിട്ടുള്ള വളരെ തെറ്റായ വഞ്ചനാപൂർണമായിട്ട ഒരു നിലപാടാണ് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് ജനങ്ങളോട് മാപ്പ് പറയാൻ ഇവർ ബാധ്യസ്ഥകളാണ്. അവരത് പറയുകയും